നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ നമുക്ക് കാരണമാണ് ഞാൻ 5 വർഷം രോഗിയായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് നടക്കാൻ വയ്യാത്ത സാഹചര്യം. ഇൻഹീലർ ഉണ്ടെങ്കിലേ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇൻഹീലർ ഉണ്ടെങ്കിലേ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ മാതാവും സഹോദരങ്ങളും എല്ലാം സ്തോത്രം 18 പ്രാവശ്യം എന്നെ ശബരിമലയ്ക്ക് വിട്ട്. എത്ര പ്രാവശ്യമാണ്? 18 പ്രാവശ്യം. ഒരു മാസത്തിൽ 4 ആഴ്ച ഉണ്ടെങ്കിൽ 4 ആഴ്ചയിൽ ഹോസ്പിറ്റൽ ജീവിതമാണ്. സ്തോത്രം. എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. മാസങ്ങളോളം വർഷങ്ങളോളം ഞാൻ കസേരയിരുന്ന് ഉറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം ഇല്ല. സ്തോത്രം. ഞാൻ RSSൻ്റെ മുഖ്യ നേതാവായിരുന്നു. സ്തോത്രം. വടിവാളും കൊണ്ട് ഓടി നടന്നതാണ്. മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ ഭൂമിയുടെ പരപ്പിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് സ്തോത്രം വിളിച്ചു പറയുമ്പോൾ ഞാൻ എന്തോ ചെയ്തു? അവിടെ കോളറൊക്കെ ഇടിപ്പിടിച്ചിട്ടുണ്ട്. ഇതിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആരാ? ഇവിടെ നിങ്ങളുടെ പ്രസംഗം വേണ്ടാന്നേ. അങ്ങനെ നടന്ന സംഭവം. പാക്കറ്റിൽ വരുന്ന തേയില അല്ലേ? പണ്ടൊക്കെ തേയിലപ്പെട്ടിയുണ്ട്. അത് പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ആ തേയിലപ്പെട്ടിക്കകത്ത് വടിവാളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നെല്ലിട്ട് മൂടിയ സംഭവമുണ്ട്. അങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ. പോട്ടെ. ഇറയിലും ഹല്ലേലൂയ ദേവമാതാ ഹോസ്പിറ്റൽ കൂത്താട്ടുകുളം അവിടങ്ങളെല്ലാം കയറി ഇറങ്ങി. എന്തിനു പറയുന്നു? കൂത്താട്ടുകുളം ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ 15 മിനിറ്റോളം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ് ദൈവമക്കളെ. 15 മിനിറ്റ്. സ്തോത്രം. 15 മിനിറ്റ് മാറ്റപ്പെട്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇനി ദൈവത്തിനെ കൊണ്ട് സാധ്യമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. എന്തോ നല്ലൊരു ഹല്ലേലൂയ ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞ് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. എൻ്റെ കൂട്ടുദാസിയുടെ കൂടെ വന്ന സഹോദരൻ്റെ അടുക്കലും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൾ നോക്കുമ്പോൾ എന്നെ ആ ഡോക്ടർ അവൾ പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. അല്പം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ശശികുമാർ ഓക്സിജൻ എടുക്കുന്നെന്ന്. എനിക്ക് ഓക്സിജൻ എന്നൊക്കെ എടുക്കുന്നില്ല, മരിച്ചുപോയി. ഓക്സിജൻ എടുക്കുന്നെന്ന്. അപ്പോൾ ഹല്ലേലൂയ ആ ഡോക്ടർ പറഞ്ഞ് ഇനിയും കുഴപ്പമില്ല. സ്തോത്രം. അപ്പോൾ എൻ്റെ ഭാര്യയുടെയൊക്കെ പറഞ്ഞ് ദൈവമാണ് വിടുവിച്ച്, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറയണമെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് സ്തോത്രം ഹല്ലേലൂയ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഞാനൊന്നും കമ്പിവാചകത്തിൽ പോലും ഞാൻ പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ അതുവഴി സ്തോത്രം ബെന്തിക്കോസിലേക്ക് പോകുന്ന എൻ്റെ ഭാര്യ സഭയുടെ റിലേഷനിൽപ്പെട്ടവർ കുറച്ച് പേർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഭാര്യയുടെ വീട്ടിൽ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചോദിച്ചു, ശശികുമാർ ചേട്ടാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവർ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞവർ ആദ്യത്തെ 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചേക്കുക സ്വതന്ത്ര സഭയിൽ. അങ്ങനെ അവർ ആദ്യത്തെ ദിവസം ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. 2ാമത്തെ ദിവസം വന്നിട്ട് അവരെന്നെ വിളിച്ചു, ശശികുമാർ ചേട്ടാ വരുന്നുണ്ടോ? വന്നു കഴിഞ്ഞാൽ വിടുതല. അവരെൻ്റെ അടുക്കെ പറഞ്ഞു, ഇത് ജീവിക്കുന്ന ദൈവമാണ്. ഓ സ്തോത്രം. ഇത് ആരാ ഒന്ന് പറഞ്ഞ ദൈവമക്കളെ? ആണോ? അത് പ്രവൃത്തി കാണും. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ദിവസം അതുവഴി വന്നോറിന് അവരെൻ്റെ അടുക്കെ ചോദിച്ചു. ഞാൻ മനസ്സോട് എന്തോ പറഞ്ഞു, ഞാനും വരാമെന്നും പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഒരു 10-15 മിനിറ്റ് എടുത്ത് ഞാൻ ഒരുങ്ങി അവരുടെ കൂടെ പോയി. എൻ്റെ കയ്യിൽ എപ്പോഴുമുള്ള ഇൻഹീലറും കൊണ്ട് പോയി. ഇവിടുന്ന് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ അവിടെ 4 കൂടി ഒരു ഇതുണ്ടല്ലോ, ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ പോകുന്ന ദൂരമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ഇവരുടെ കൂടെ പോയി 1 മണിക്കൂർ എടുത്ത് ഇൻഹീലർ വലിക്കും, പിന്നെ അവിടെ നിന്ന് നിൽക്കും, ഇൻഹീലർ വലിക്കും, പിന്നെ നിൽക്കും. എനിക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു ഇത്. അങ്ങനെ ആലയത്തിൽ ചെന്നു. എന്നെ കണ്ടപ്പോൾ കുറുപ്പന്തറയുള്ള ദേവസ്യ OP ദേവസ്യ എന്ന പാർസ് എന്നെ കണ്ടോർന്ന് ഓടി വന്ന് എന്നെ കൈക്ക് പിടിച്ച് 1 ഗ്ലാസ് ചൂടുവെള്ളം തന്ന്, ആ ചൂടുവെള്ളം തന്ന് ഹല്ലേലൂയ സ്തോത്രം എന്നെ അവിടെ കസേരയിലിരിക്കുന്നു. സ്തോത്രം. അവിടെ പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, വചനം സംസാരിക്കുന്നു. എനിക്ക് വല്ലതും അറിയാമോ? സ്തോത്രം. ദൈവദാസൻ്റെ അടുത്ത കോഴ അമ്പലം, പണ്ട് ഞാൻ കോഴ അമ്പലത്തിലെ സെക്രട്ടറി ആയിട്ടിരുന്നവനാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം.
അങ്ങനെ അവർ പാടുന്നുണ്ട്, തുള്ളുന്നുണ്ട്, നൃത്തം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് വല്ലതും അറിയാമോ? ഇതെല്ലാം നോക്കിക്കൊണ്ട് ഞാനിരിക്കുക. സ്തോത്രം. അന്നത്തെ രണ്ടാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഒന്നാം ദിവസമാണ് ചെല്ലുന്നത്. അന്ന് 1 മണിക്കൂർ എടുത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ അയച്ചു. അവർ 3-ാം ദിവസം വന്ന് ഞാൻ 2-ാമത്തെ ദിവസം അവരുടെ കൂടെ പോയി. അന്ന് 3/4 മണിക്കൂറേ എടുത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് കമ്പി വാചെത്തിപ്പോൾ 3/4 മണിക്കൂറേ എടുത്തുള്ളൂ. സ്തോത്രം. അവിടെ ചെന്ന് വീണ്ടും പ്രാർത്ഥന അവർ പഴയ രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കൂടെ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഞാൻ അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമസ്ഥതയുണ്ട്. വിഷമെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ഒരു പ്രകാശം പോലെ, അവർ തലയിൽ കൈ എത്തുമ്പോൾ വല്ലാത്ത ഒരു പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. സ്തോത്രം. അങ്ങനെ അവർ 3-ാം ദിവസം വന്നപ്പോൾ ഞാൻ 3/4 മണിക്കൂർ കൊണ്ട് 2-ാമത്തെ ദിവസം ഇന്ന് 4-ാം ദിവസം അവർ വന്നപ്പോൾ ഞാൻ 3-ാം ദിവസം അന്ന് 1/2 മണിക്കൂറേ എടുത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ 3-ാം ദിവസം ആ ദൈവദാസൻ ഹല്ലേലൂയ വചനമെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം 115-ാം സങ്കീർത്തനം. അവിടെ എന്തുവാ പറയുന്നത്? കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ടയുണ്ടെങ്കിലും. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വലിയ ഒരു പ്രകാശം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട്, അപ്പോൾ അവർ 4-ാം ദിവസം, ഞാൻ 3-ാം ദിവസം, ഞാൻ ആ പാസ്റ്ററിൻ്റെയൊക്കെ പറയുകയാണ്, എനിക്കെന്തോ ചെയ്തില്ല, വിടുതൽ നൽകി. എന്നാൽ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞത്, അപ്പോൾ അവർ പറയുക കുളിക്കുകയല്ല, സ്നാനപ്പെടുകയെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. 7-ാം ദിവസം ഹല്ലേലൂയ ഒരുങ്ങി ദൈവകൽപ്പന അനുസരിച്ചു. ഹല്ലേലൂയ അവിടെ പാറമടയിലെ ഒരു കുളത്തിൽ ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. സ്നാനപ്പെടാനായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഹല്ലേലൂയ 2-3 ചോദ്യങ്ങൾ ദൈവദാസനൊക്കെ ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറഞ്ഞു. എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ശശികുമാറിനെ ഞാൻ സ്നാനപ്പെടുത്തുന്നു എന്നെ മുക്കി പോക്കി എൻ്റെ രോഗം അവിടുന്ന് വിടുതലായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ യെസ് യെസ്, കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അന്ന് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതാ ദൈവമക്കളെ. ഇന്ന് വരെ ആ രോഗത്തിന് 1 മാസത്തിൽ 4 ആഴ്ച ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ഞാൻ ജലത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അന്ന് എനിക്ക് രോഗസൗഖ്യമാ. സ്തോത്രം. അന്ന് തൊട്ട് ഇന്ന് വരെയും ദൈവം എന്നെ നടത്തുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇളനീരൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വെളിച്ചെണ്ണ, ഈ കടുവറക്കത്തില്ലേ, അതൊന്നും കൂട്ടാൻ വയ്യായിരുന്നു. ഇന്ന് ഞാൻ തിരിച്ച് കടിക്കാത്തതിനെല്ലാം തിന്നുകൊണ്ടിരിക്കുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇത് ജീവിക്കുന്ന ദൈവമാ. ഇത് ജീവിക്കുന്ന ദൈവമാ. സ്തോത്രം. ഇത് ജീവിക്കുന്ന ദൈവമാ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അന്ന് എനിക്ക് രോഗസൗഖ്യമായിരുന്നു. ഇന്ന് വരെ ഇന്ന് അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ദൈവദാസനും ദാസിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാ, നമ്മൾ അവനോടൊന്ന് പറ്റിയിരുന്നാൽ മതി, അവൻ വിടുവിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. അവൾ ദുബായി ജോലി ചെയ്യുകയായിരുന്നു. അവൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സ്തോത്രം ഹല്ലേലൂയ അവിടെ ഡോക്ടർമാരെ കണ്ട് സ്തോത്രം അവൾ ഹല്ലേലൂയ മടങ്ങി വന്ന് സ്തോത്രം അവൾ ലീവ് തീർന്നില്ല. അവൾ ഈ ആവശ്യത്തിന് വേണ്ടി ഡോക്ടർമാർ പറഞ്ഞ് നാട്ടിൽ ചെന്ന് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം ഭാരത ഹോസ്പിറ്റൽ, ഇവിടുത്തെ അറിയാവോ, കോട്ടയം ഭാരത ഹോസ്പിറ്റൽ. അവിടെ ചെന്ന് അവിടെ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മോള് അവിടെ ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ച് അവിടെ കയറിയിരിക്കുക. അങ്ങനെ സ്തോത്രം അവളുമായിട്ട് അവിടെ ചെന്നു. ഡോക്ടർ പരിശോധിച്ച് ആദ്യമേ പറഞ്ഞു ഒരു സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവരിത് നോക്കിയിട്ട് പറഞ്ഞു ഒരു MR സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MR സ്കാനിങ് ചെയ്ത് അപ്പോൾ അറിയാം ഹല്ലേലൂയ അവർ പറയാണ്, ഡോക്ടർ പറയാണ് ഹല്ലേലൂയ ശോശാമ്മയുടെ യൂട്രസ് എടുത്ത് കളയണം. ആ യൂട്രസിൻ്റെ അകത്ത് 3 മുഴകൾ 9.5 സെൻറ്റിമീറ്റർ വെച്ച്, അതിന് പുറത്ത് 1 മുഴ. സ്തോത്രം. അപ്പോൾ എത്ര മുഴയുണ്ട്? 4 മുഴ. സ്തോത്രം. ഉടനെ എടുത്ത് അത് കളയണം, അല്ലെങ്കിൽ ആളിന് മരണപ്പെടുമെന്ന് പറഞ്ഞു. സ്തോത്രം.
അപ്പോൾ ഹല്ലേലൂയ ഡോക്ടറും ആ മോളും ഡാർഗി മോളും ഞാനും എൻ്റെ വൈഫും കൂടെ ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ എത്ര രൂപയാകും? അതൊരു 75,000 രൂപയാകും. സ്തോത്രം, 75,000 രൂപ. നമുക്കറിയാതെ 75,000 എന്ന് പറയുന്നത് എല്ലാം കൂടി വരുമ്പോൾ 1,00,000 മേളിലാകും അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഹല്ലേലൂയ ഇത് പറഞ്ഞപ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിൻ്റെ അടുക്കെ സംസാരിക്കുകയാണ്, നിന്റെ കൂട്ടുദാസിയുടെ മേലിൽ ഞാൻ കത്തി വെക്കത്തില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവാത്മാവ് സംസാരിക്കുക എന്നോട്, നിന്റെ കൂട്ടുദാസിയുടെ മേലിൽ ഞാൻ കത്തി വെപ്പിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ ഒക്കെ പറഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ വരാം, ഉടനെ വരണം, അറിയിക്കണം കേട്ടോ, ഉടനെ തന്നെ ചെയ്യണം. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രിയ ദൈവമക്കളെ പറയട്ടെ, അവൾ ഉറങ്ങുമ്പോഴെല്ലാം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ വയറ്റത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആഴ്ചകളോളം ദിവസങ്ങളോളം. ഹല്ലേലൂയ. ഇവിടെ ഉള്ള സമയത്തെല്ലാം ഞാൻ കൈവച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. സ്തോത്രം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ എൻ്റെ ഭാര്യയുടെ ചേച്ചിമാർ ഉടനെ പറഞ്ഞ്, മോനപ്പള്ളിയിൽ അത്രയും പൈസ ആകത്തില്ല, മോനപ്പള്ളി ചെന്ന് ഗ്രേസി ഡോക്ടറെ കണ്ടിട്ട് ഉടനെ ഓപ്പറേഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു. ഇവരുടെ വാക്കനുസരിച്ച്, ചേച്ചിമാരുടെ വാക്കനുസരിച്ച് ഞാൻ ഇവളെയും കൊണ്ട് അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ ചോദിച്ചു, എത്ര രൂപയാകും? 45 രൂപയാകത്തുള്ളൂ പറഞ്ഞു. അവിടെ എത്ര പറഞ്ഞു? 75. ഇവിടെ 45 ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കയ്യിൽ അത്രയില്ല, ഞാനൊരു സുവിശേഷകനാണ്, ഒരു 10-25 രൂപയാണ് ഞാൻ, അത്രയും കൊണ്ടുപോവാ, ബാക്കിയുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യാം, ചാരിറ്റിയിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കണമേ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ ചെയ്ത് വീണ്ടും എന്തോ ചെയ്ത് ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ എല്ലാ സ്കാനുകളും എല്ലാം ചെയ്ത് എല്ലാം ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴും ദൈവാത്മാവിൻ്റെ അടുക്കെ പറയുകയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡേറ്റ് വരെ നിശ്ചയിച്ചു. അന്ന് രാത്രി ദൈവാത്മാവിൻ്റെ അടുക്കെ പറഞ്ഞു, സ്തോത്രം, നിന്റെ കൂട്ടുദാസിയുടെ മേലിൽ കത്തി വെക്കത്തില്ലെന്ന്. ഒരു സ്തോത്രം പറയച്ചേ. സ്തോത്രം. കത്തി വെക്കത്തില്ലെന്ന്. സ്തോത്രം. ഉടനെ ഞാൻ എന്തോ ചെയ്ത് ഗ്രേസി ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ്, ഡോക്ടറെ ഇപ്പം ഓപ്പറേഷൻ ചെയ്യണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ വീണ്ടും ദുബായിക്ക് പോവാ. സ്തോത്രം. 6 മാസത്തെ ഹല്ലേലൂയ വിസായും കൂടെ ഉണ്ട്. അവിടെ ചെന്ന് ഹല്ലേലൂയ 6 മാസം കഴിഞ്ഞു. ഇവിടെ കടന്നു വന്നു. ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവദാസനും കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം മറുപടിയും നൽകിയിട്ടുണ്ട്. സ്തോത്രം. അത് തന്നെയല്ല, ഞങ്ങളെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ദൈവദാസൻ്റെ അടുക്കെ പറഞ്ഞു, ഇപ്പം ഭവനത്തിൻ്റെ പണി ഏകദേശം 3/4 ഭാഗവും തീർന്നിരിക്കുക. സ്തോത്രം. അങ്ങനെയൊക്കെ വളരെ ഇത് ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയാണ് അതെല്ലാം. അങ്ങനെ പറഞ്ഞു വരട്ടെ. സ്തോത്രം. 6 മാസം കഴിഞ്ഞ് അവൾ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? എൻ്റെ ഭാര്യ 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എന്തോ ചെയ്തു, ജില്ലാ ഹോസ്പിറ്റലിലെ ലത ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, ഫേമസ് ആയ ഡോക്ടർ. അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ? ലത, ഈ ജില്ലാ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് CD ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ CD കൊടുത്തു. പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, സ്തോത്രം, നിങ്ങൾ 2 പേരും കൂടെ പോയി ഒരു സ്കാൻ ചെയ്തുകൊണ്ട് വാ. ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തണേ. ആ ഡോക്ടർ പറയുക, തനിക്ക് എവിടെ അവിടെ മുഴയെന്ന്. സ്തോത്രം. തനിക്ക് എവിടാന്നോ മുഴയെന്ന്. ഇവിടെ ഇതൊരു നീർക്കെട്ട് മാത്രം, അത് വെള്ളം കുടിച്ചാൽ മതി, അതങ്ങ് മാറിയേക്കെ വന്നു. കൈയടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്ന് ചില വിടുതലുകൾ നടക്കാൻ പോവാ. ഇവിടെ നടക്കാൻ പോവാ. നിന്റെ രോഗാവസ്ഥ എൻ്റെ തമ്പുരാൻ മാറ്റാൻ പോവാ. നിന്റെ ക്ഷീണാവസ്ഥ എൻ്റെ തമ്പുരാൻ മാറ്റാൻ പോവാ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓ, ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഉടനെ നോക്കണമേ ദൈവമക്കളെ. സ്തോത്രം. അവിടെ ഒരു യൂട്രസ് ഇതേവരെ എടുത്ത് കളഞ്ഞിട്ടില്ല. 10 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ഈ സ്തോത്രം ദൈവദാസിയും ദാസനും ഒക്കെ കാണുന്നതാ. 10 വർഷം കഴിഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് വിശ്വസിച്ചാൽ എന്തു ചെയ്യും? നീ ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിയില് നിന്നോട് സംസാരിച്ച വ്യക്തിയെ എന്നോട് സംസാരിച്ച് വെച്ചാണ്. അപ്പോഴും പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കയാൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനപ്രകാരം ഇന്ന് എന്നെ നിർത്തുന്നവർക്ക് സ്തോത്രം.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒത്തിരി സാക്ഷ്യമുണ്ടെങ്കിലും ഹല്ലേലൂയ കത്തോലിക്ക സ്തോത്രം കത്തോലിക്ക അച്ഛന്മാരും മാർത്തോമ അച്ഛന്മാരും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ എന്നെ വെട്ടുവെത്ത് പോലെ നോക്കുന്ന അവരെൻ്റെ സ്നേഹിതന്മാരായി കേട്ടോ. ഇതാ ജീവിക്കുന്ന ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇനി ഒരു ദിവസം ഞാൻ വരാം, ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പറയാം. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേറ്റിലിട്ടുകൊള്ളുക. സ്തോത്രം. സകല ചിന്താകുലവും, അത് ഏത് വിഷയം, എൻ്റെ സാക്ഷ്യം കേട്ടല്ലോ. നമ്മുടെ ചിന്താകുലം ഏത് വിഷയമായാലും അവൻ മാറ്റുന്ന ഒരു സർവശക്തനാ. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. അവൻ രോഗികൾക്ക് നല്ല വൈദ്യനാ, രോഗക്കിടക്കുകൾ മാറ്റിപിരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതുള്ള ഒറ്റമ വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ അവിശ്വാസത്തെ മറികടന്നുകൊണ്ട് വിശ്വാസത്തിന്റെ നായനും പൂർത്തി വരുത്തുന്നതുമായ ആ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ.